ആ ധനുഷല്ലേ? എടാ നീ എന്ത് പണിയാണ് ഈ കാണിക്കണം? ആ നയൻതാരയായിട്ട് നീ എന്തിനാണ് ഇത്ര വിഷയം ഉണ്ടാക്കുന്നത്? അത് ഒത്തുതീർപ്പാക്കാൻ പാടില്ല. നിങ്ങൾ പഴയ കൂട്ടുകാരല്ലേ? നാട്ടുകാരെ മൊത്തം അറിയിക്കണത് എന്തിനാണ്? 10 കോടി രൂപ നിനക്ക് എത്ര പട്ടിണിയാ? അത് സോൾവ് ചെയ്ത് വിടുക. പാവം കൊച്ച് തിരുവല്ലയിൽ നിന്ന് കഷ്ടപ്പെട്ട് ചെന്നൈയിൽ വന്ന് ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർ ആയതല്ലേ? ഒരു പരിഗണന കാണിക്കാൻ പാടില്ലേ? അപ്പോൾ നീ അത് പിടിച്ചു വെച്ചിട്ട് എന്താ കാര്യമുള്ള? കൊടുത്താ ആണോ? അത് ശരി, നെറ്റ്ഫ്ലിക്സിൽ വന്നല്ലേ? ആ നോണും റൗഡി ഉണ്ടോ? ആ അത് ശരി. അപ്പോൾ അത് സോൾവായി. ആ ഓക്കെ 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 ഓക്കെ. പ്രശ്നമൊക്കെ മാറിയില്ലേ? ഈ കൂട്ടുകാർ തമ്മിലുള്ള വഴക്കും വയ്യാവിലൊന്നും നല്ലതല്ല കേട്ടോ. കാര്യം മനുഷ്യനല്ലേ, എന്തെങ്കിലുമൊക്കെ മണ്ടത്തര പൊട്ടത്തര പുഴങ്ങത്തര കാണിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു തീർക്കുക. ആ വൈരാഗ്യം വെച്ചുകൊണ്ട് നടന്നിട്ട് എന്നാ നേടാനുള്ള? ഒന്നല്ലേ നാളെ ഞാനും നീ എല്ലാം ചത്തുപോകും. മനസ്സിലായോ? ജീവിക്കുന്ന ആ അത്രയും നാൾ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ നോക്കുക. ഓക്കെ ശരി. നെറ്റ്ഫ്ലിക്സ് പ്രൊമോഷൻ ചെയ്താണേലും പോട്ടെ. അപ്പോൾ എന്താണ് നിൻ്റെ പേര് വന്ന് നീ അതിനെക്കുറിച്ച് പ്രതികരിച്ചൊന്നും കണ്ടില്ല, അതുകൊണ്ട് ഞാൻ വിളിച്ചു ചോദിച്ചാൽ. ഓക്കെടാ, ശരി എന്നാൽ. അപ്പോൾ ഞാനും റൗഡി എന്ന് പറയുന്ന ആ സിനിമയുടെ വിഷ്വൽസൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നയൻതാരയുടെ കല്യാണ വീഡിയോ നെറ്റ്ഫ്ലിക്സിൽ റിലീസായിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ പോയി കാണാം. ഓക്കെ. അല്ല, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നെറ്റ്ഫ്ലിക്സിനൊക്കെ ഇത്രയ്ക്ക് ദാരിദ്ര്യമാണ് പ്രമോഷൻ കൊടുക്കാനായിട്ട്. അത്രയും വലിയൊരു സൂപ്പർ സ്റ്റാറിനെ പേരെടുത്ത് വലിച്ചിട്ട് അതിനകത്ത് എന്തൊരു ഗതികേടല്ലേ. അതിനകത്ത് ഇപ്പോൾ ധനുഷിൻ്റെ പടത്തിൻ്റെ ക്ലിപ്പിങ്സ് ഉപയോഗിക്കണമെങ്കിൽ പൈസ കൊടുക്കണമെന്നെയാണ്. നെറ്റ്ഫ്ലിക്സിലെ സീരീസ് അല്ലേ, അപ്പം നെറ്റ്ഫ്ലിക്സ് എന്താണേലും അതിന് പൈസ കൊടുക്കുമല്ലോ. നല്ല കഞ്ഞി. ഏറ്റവും നല്ലത് നമ്മൾ കഞ്ഞി കുടിക്കണതാണ്. കഞ്ഞി കുടിക്കുമ്പോൾ നമുക്ക് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിവെള്ളം വേണ്ടി വരില്ല. കാര്യം കഞ്ഞിക്കകത്ത് തന്നെ ഉണ്ടത്.